കോൾസ് ആൻഡ് അരിയേഴ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് പഠിച്ചാലോ? എങ്കിൽ ബാ. കോൾസ് ആൻഡ് അരിയേഴ്സ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. കോൾസ് ആൻഡ് അരിയേഴ്സ് കമ്പനിയുടെ അസറ്റ് ആയിട്ടും എന്തുകൊണ്ടാണ് ബാലൻസ് ഷീറ്റിലെ ലൈബിലിറ്റി സൈഡിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും കുറച്ച് കാണിക്കുന്നത്? ആൻസർ സിമ്പിൾ ആണ്. കോൾസ് ആൻഡ് അരിയേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അതായത് കമ്പനി ഡിമാൻഡ് ചെയ്തിട്ടും ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ സാധിക്കാത്ത ഷെയർ ക്യാപിറ്റൽ ആണ്. ക്യാഷ് തരാനുള്ളവർ കമ്പനിയുടെ ഡെപ്റ്റേഴ്സ് ആണല്ലോ. ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റ് ആണല്ലോ. അപ്പോൾ കോൾസ് ആൻഡ് അരിയേഴ്സും കമ്പനിയുടെ അസറ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പനിയുടെ ലൈബിലിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലൈബിലിറ്റി സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. എത്രയാണ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എന്ന് ബാലൻസ് ഷീറ്റിൽ കാണിക്കുവാൻ വേണ്ടി കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്ന് കിട്ടാത്ത എമൗണ്ട് കുറച്ച്, അതായത് കോൾസ് ആൻഡ് അരിയേഴ്സ് കുറച്ച് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നു. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കോൾഡ് അപ്പ് ക്യാപിറ്റൽ മൈനസ് കോൾസ് ആൻഡ് അരിയേഴ്സ്.